പണ്ടാരടുപ്പിൽ നിന്ന് അമ്മയുടെ പൊങ്കാല കാണാനൊരു അവസരം തരണമെന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പോൾ പറയുമ്പോൾ തന്നെ എന്തോ പോലെ തോന്നുന്നു. പക്ഷെ എനിക്ക് ഇപ്രാവശ്യം ആദ്യത്തെ അവസരമാണ്. എനിക്ക് ഇങ്ങനെ ഡെപ്യൂട്ടി മേയറായപ്പോൾ എനിക്ക് പണ്ടാരടുപ്പിൻ്റെ അടുത്ത് നിന്ന് തന്നെ എനിക്കത് കാണാൻ സാധിക്കുമെന്നുള്ളത് തീർച്ചയായിട്ടും അമ്മയുടെ ഒരു അനുഗ്രഹം തന്നെയാണ്. ചിലപ്പോൾ ദേഷ്യം സങ്കടമൊക്കെ വരുമ്പോൾ കുറച്ച് ഹാർഷായിട്ട് ഇങ്ങനെ ചെയ്തല്ലോ, ഞാൻ ഇനി അങ്ങോട്ട് വരുന്ന പ്രശ്നം ഒരു സുഹൃത്തിനോട് പറയുന്ന പോലെ 6 വർഷം വരെ ഞാൻ പോവാതിരുന്നിട്ടുണ്ട്. 6 വർഷം പോവാതിരുന്നു. അതെന്താ? 4 വർഷം ദേവിയുടെ നടന്ന് ജോലി ചെയ്ത് ഇന്നിവിടെ ഇരിക്കുന്നത് ആ വാർഡിലെ കൗൺസിലറായിട്ടാണ്. പിന്നെ ജനപ്രതിനിധി ആയതിനു ശേഷമുള്ള ആദ്യത്തെ പൊങ്കാലയാണ് ഇത്. ക്ഷേത്രത്തിൻ്റെ നടയിലും ആ പരിസരത്തും ഒക്കെയാണ് പൊങ്കാല ഇട്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഇത്തവണ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സ്വന്തം നാട്ടിലെ നാട്ടുകാരോടൊപ്പം കൂടാന്ന് വിചാരിച്ചു. അതിന് ചെറിയ മാറ്റമുണ്ട്. അത് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് വന്നിട്ടുണ്ട്. ഇപ്പം പുതുതലമുറയ്ക്ക് ഈ ഐതിഹ്യം ഇത്തരം കാര്യങ്ങളൊന്നും അറിയില്ല. നമസ്കാരം. ആദിപരാശക്തിയായ ഭഗവതിക്ക്, സാക്ഷാൽ ആറ്റുകാൽ ദേവിക്ക് പൊങ്കാല അർപ്പിച്ചാൽ ലഭിക്കുന്ന വല്ലാത്തൊരു എനർജിയും ആത്മവിശ്വാസവും ഉണ്ടല്ലോ. അത് അനുഭവിച്ചു തന്നെ അറിയണം. വർഷങ്ങളായി അത് അനുഭവിച്ചറിയുന്ന കുറച്ച് പേർക്കൊപ്പമാണ് ഞാനിപ്പോൾ ഉള്ളത്. തിരുവനന്തപുരം കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ ആശാനാഥ്, കോർപ്പറേഷൻ കൗൺസിലർമാരായ സിമി ജ്യോതിഷ്, സൂര്യ, ജയ രാജീവ്, ശ്രുതി എന്നിവർ എനിക്കൊപ്പം ചേരുകയാണ്. പൊങ്കാല ഒരുക്കങ്ങളെക്കുറിച്ചും അവരുടെ അനുഭവങ്ങളെക്കുറിച്ചും ചോദിക്കാം. അവർക്ക് പറയാനുള്ളത് എന്താണെന്ന് കേൾക്കാം. എല്ലാവർക്കും സ്വാഗതം. അനന്തപുരി ഇനിയിപ്പോൾ യാഗശാലയാവാൻ അധിക സമയമൊന്നും വേണ്ട. എങ്ങനെയാണ് ഒരുക്കങ്ങളൊക്കെ ആയോ? തീർച്ചയായിട്ടും നമ്മുടെ നാടും നഗരവും ഒക്കെ തന്നെ നമ്മളുടെ പൊങ്കാലയായിട്ട്, സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ആറ്റുകാലമ്മ, ഏറ്റവും കൂടുതൽ സ്ത്രീകൾ പങ്കെടുക്കുന്ന ഒരു ഉത്സവമാണ്. പ്രത്യേകിച്ച് തിരുവനന്തപുരം നഗരിക്ക് അതൊരു ഈ ഒരു 10 ദിവസം എന്ന് പറയുന്ന ഒരു ഉത്സവ പ്രതീതി തന്നെയാണ്. അതുകൊണ്ട് തന്നെ നാടും നഗരവും ഒക്കെ തന്നെ ഈ ഉത്സവത്തിൽ എല്ലാവരും ഓരോരുത്തരും അതിലേക്ക് ലയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഇനി കുറച്ച് നേരത്തെ സൂചിപ്പിച്ച പോലെ കുറച്ച് മണിക്കൂറുകൾ മാത്രമേ നമുക്ക് മുന്നിൽ പൊങ്കാലയ്ക്ക് വേണ്ടി ഉള്ളൂ. അപ്പോൾ എല്ലാവരും അതിലൊരു ഒരുക്കത്തിൽ തന്നെയാണ്. ഓരോ ആളുകളും അമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കാനായിട്ട് വ്രതം അനുഷ്ഠിച്ച് കാത്തിരിക്കുകയാണ് എല്ലാവരും. കാരണം വർഷങ്ങളായിട്ട് അവർ ആഗ്രഹിക്കുന്ന ആഗ്രഹങ്ങളും ഒക്കെ തന്നെ നടപ്പിലാവാൻ വേണ്ടിയിട്ട് ഓരോരുത്തരും പ്രാർത്ഥനയോടുകൂടിയിട്ട് പൊങ്കാല എത്രയും പെട്ടെന്ന് ദേവിക്ക് പൊങ്കാല അർപ്പിക്കാൻ വേണ്ടിയിട്ട് നാടും നഗരവും ഒക്കെ ഒരുങ്ങിയിരിക്കുകയാണ്. എത്ര വർഷമായിട്ട് പൊങ്കാല ഇടുന്നുണ്ട്? കൃത്യം ഓർമ്മയില്ല, എന്തായാലും ഒരു 35 വർഷം എന്തായാലും ആയിട്ടുണ്ട്. ഒരു 35ഓളം പൊങ്കാല നേരിട്ട് തന്നെ ഇടാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതിന് മുന്നേ തന്നെ അമ്മയുടെ നടയിൽ കുഞ്ഞിലേ മുതൽ താലപ്പൊലി ഇന്ന് തുടങ്ങിയതാണ്. അമ്മയുമായിട്ടുള്ളൊരു ഭക്തിയും ബന്ധവും ഒക്കെ 35 വർഷം എന്തായാലും കൃത്യമായിട്ട് ഇടാൻ പറ്റിയെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. അപ്പോൾ വളരെ സന്തോഷം എന്ന് പറഞ്ഞൊരു ഭക്തി, വല്ലാത്തൊരു അടുപ്പമാണ് അമ്മയായിട്ട്. കുഞ്ഞിലേ മുതലേ ആ ഒരു ശീലം വന്നതിൻ്റെയാണ്. പിന്നെ മണക്കാട് ആണ് കുറേ വർഷമായിട്ട് താമസിക്കുന്നത്. അപ്പം മറ്റു കാര്യങ്ങൾ ഈ പൊങ്കാലയായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് തുടങ്ങി. അത് തന്നെ ഒരു 25 വർഷത്തോളം കുടിവെള്ളം കൊടുക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇപ്പോൾ 10 വർഷമായിട്ട് കൗൺസിലർ എന്നുള്ള നിലയ്ക്ക് കുറച്ചുകൂടി ഉത്തരവാദിത്തത്തോടു കൂടി കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. മുൻപ് ചാല കൗൺസിലറായിരുന്നു, ഇപ്പോൾ അമ്പലത്തറ കൗൺസിലറാണ്. അമ്പലത്തറ എന്ന് പറയുമ്പോൾ അമ്പലവുമായി വളരെ അടുത്താണ്. അതെ, അപ്പോൾ കൂടുതൽ ജോലി ഉണ്ടാവും. തീർച്ചയായിട്ടും നല്ല ജോലിയുണ്ട്. പൊങ്കാല വാർഡുകൾ ശരിക്കും പറഞ്ഞാൽ 32 വാർഡുകളുണ്ട്. അതിൽ ഏറ്റവും അടുത്ത് കിടക്കുന്ന വാർഡുകളിൽ ഒന്നാണ് ഇപ്പോൾ അമ്പലത്തറ. നേരത്തെ ചാലയായിരുന്നപ്പോഴും മണക്കാടായിരുന്നപ്പോഴും ഒക്കെ ഏറ്റവും അടുത്ത വാർഡുകൾ തന്നെയായിരുന്നു. അപ്പോൾ റോഡുകൾ ടാർ ചെയ്ത് സഞ്ചാരയോഗ്യമാക്കുന്നത് ഉൾപ്പെടെ, മറ്റു മാലിന്യങ്ങളൊക്കെ മാറ്റി റോഡുകൾ വൃത്തിയാക്കുന്നത് ഉൾപ്പെടെയുള്ള നിരവധി കാര്യങ്ങൾ പൊങ്കാലയുമായി ബന്ധപ്പെട്ട് നമുക്ക് കൗൺസിലർ എന്നുള്ള നിലയ്ക്ക് ചെയ്തു തീർക്കേണ്ടതായിട്ടുണ്ട്. കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് ഇപ്രാവശ്യം കുറച്ച് നേരത്തെ നമുക്കതൊക്കെ ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് വാസ്തവം. പിന്നെ അതെല്ലാം തന്നെ ഇന്നലത്തോടൊക്കെ നമ്മൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. വരുന്ന ഭക്തജനങ്ങൾക്ക് വേണ്ടുന്ന സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും കൊല്ലം നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇതുവരെ കുടിവെള്ളത്തിൻ്റെ ഒരു ചെറിയ വിഷയമുണ്ട്, അതും മാറി തുടങ്ങിയിട്ടുണ്ട്. അല്ലെങ്കിൽ ടാങ്കറുകളിൽ നമുക്ക് എത്തിക്കാനായിട്ടുള്ള സംവിധാനമായിട്ടുണ്ട്. അപ്പോൾ ആ ടെൻഷനും മാറി. എന്തായാലും മറ്റന്നാൾ നടക്കുന്ന പൊങ്കാല തീർച്ചയായിട്ടും എല്ലാവരെയും ഈ തിരുവനന്തപുരം നഗരിയിൽ വന്നു ചേരുന്ന എല്ലാവരെയും, ലക്ഷക്കണക്കിന് ആളുകൾ വരുന്നുണ്ട്, എല്ലാവരെയും ഉൾക്കൊണ്ട് എല്ലാവർക്കും വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ട് തന്നെ ഇത്തവണ അവർക്ക് സന്തോഷത്തോടു കൂടി നിവേദ്യം കഴിഞ്ഞ് പോകാൻ പറ്റും. ഈ കുടിവെള്ളത്തിൻ്റെ കാര്യം സിമി പറഞ്ഞപ്പോഴാണ്, കോർപ്പറേഷൻ എങ്ങനെയാണ് അത് കൈകാര്യം ചെയ്യുന്നത്? ഈ അമ്പലവുമായി ചുറ്റുപാടുകളിലാണ് ഈ കുടിവെള്ളക്ഷാമം 2 ദിവസമായിട്ടത്, 3-4 ദിവസമായി അത് കേൾക്കുന്നത്. എങ്ങനെയാണ് അത് പരിഹരിക്കുന്നത് കോർപ്പറേഷൻ? ഇപ്പോൾ കുടിവെള്ളത്തിന് ക്ഷാമം അനുഭവിക്കുന്ന എല്ലാ വാർഡുകളിലും നമ്മൾ ടാങ്കർ വിതരണം ചെയ്തിട്ടുണ്ട്.
നഗരസഭയുടെ നേതൃത്വത്തിൽ. അതേപോലെ തന്നെ അവർക്ക് ഏതൊക്കെ വാർഡിലാണോ എപ്പോഴൊക്കെയാണ് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്, അപ്പോൾ കൗൺസിലറുടെയും അതുപോലെ തന്നെ അതത് സോണലിലെ ഹെൽത്ത് ഇൻസ്പെക്ടർമാരുടെ നേതൃത്വത്തിൽ എപ്പോഴൊക്കെയാണ് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്, അപ്പോൾ ആ ടാങ്കർ വഴി സൗജന്യമായിട്ട് തന്നെ കുടിവെള്ളം എത്തിക്കുന്നതിനുള്ള നടപടി നഗരസഭയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. ലക്ഷോപലക്ഷം ആളുകളാണ് പൊങ്കാലയ്ക്ക് ഇവിടെ എത്തുക. അപ്പോൾ കോർപ്പറേഷന് വലിയ ജോലിയാണ്. തീർച്ചയായിട്ടും. എങ്ങനെയാണ് അതിന്റെ ഒരുക്കങ്ങളൊക്കെ എങ്ങനെയാണ്? ഒരുക്കങ്ങൾ ഏകദേശം എല്ലാം പൂർത്തിയായിട്ടുണ്ട്. ഹെൽത്ത് വിഭാഗത്തിൻ്റെ ആളുകളൊക്കെ തന്നെ സജീവമായിട്ട് തന്നെ രംഗത്തുണ്ട്. എല്ലാ മേഖലയിലെയും ആളുകളൊക്കെ തന്നെ സജീവമായിട്ട് പൊങ്കാലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും നല്ല രീതിയിൽ തന്നെ നടന്നു പോവുകയാണ്. കാരണം നമുക്ക് പൊങ്കാലയ്ക്ക് മുമ്പും പൊങ്കാലയ്ക്ക് ശേഷവും നഗരസഭയുടെ ആൾക്ക് നിരവധിയായിട്ടുള്ള ചെയ്തു തീർക്കേണ്ട കർത്തവ്യങ്ങളുണ്ട്. അതൊക്കെ കൃത്യമായിട്ട് തന്നെ എല്ലാ വർഷവും നടക്കുന്നതിനേക്കാളും ഉപരി നല്ല രീതിയിൽ തന്നെ നടന്നു പോകും. അതിന് ഇപ്പോഴേ തന്നെ നല്ല തയ്യാറെടുപ്പുകൾ നടക്കുകയാണ്. നിങ്ങൾക്കിപ്പോൾ പൊങ്കാല വാർഡുകളൊക്കെ തന്നെ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ കുടിവെള്ളത്തിൻ്റെതായിട്ടുള്ള വിഷയം ഉണ്ടായിരുന്നു, അതിപ്പോൾ പരിഹരിച്ചുകൊണ്ടിരിക്കുകയാണ്. പൊങ്കാലയ്ക്കുള്ള ഒരുക്കങ്ങളൊക്കെ എങ്ങനെയായി, എവിടം വരെയായി? ഞാൻ കഴിഞ്ഞ തവണ വരെ ആറ്റുകാൽ ക്ഷേത്രത്തിൻ്റെ നടയിലും ആ പരിസരത്തുമൊക്കെയാണ് പൊങ്കാല ഇട്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഇത്തവണ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സ്വന്തം നാട്ടിൽ നാട്ടുകാരോടൊപ്പം കൂടാന്ന് വിചാരിച്ചു. കാരണം കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ഇപ്പോൾ നമുക്കറിയാമല്ലോ, ക്ഷേത്രത്തിൻ്റെ പരിസരത്തും ആ ഭാഗത്തു നിന്നൊക്കെ മാറി ഇപ്പോൾ ഏകദേശം ഞാൻ താമസിക്കുന്നത് കടകംപള്ളി വാർഡിലെ കൗൺസിലറാണ്. അപ്പോൾ ഏകദേശം എൻ്റെ വാർഡിൽ തന്നെ ഒരു 5000-ത്തിലധികം പൊങ്കാലകൾ ഇടുന്നുണ്ട്. അപ്പോൾ അവരോടൊപ്പം കൂടി അവർക്ക് വേണ്ട ആവശ്യങ്ങളെല്ലാം, കുടിവെള്ളം ആയാലും റോഡ് വൃത്തിയാക്കി കൊണ്ടായാലും അതെല്ലാം വാർഡിൽ അവിടെ തന്നെ പൊങ്കാല ഇടാം അല്ലേ? പൊങ്കാല ഒരു 5000 പൊങ്കാലയുണ്ട് വാർഡ് മൊത്തത്തിൽ അവിടെ തന്നെ ഇടുന്നുണ്ട്. അതാണ് കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ. കഴിഞ്ഞ പ്രാവശ്യമല്ല, കുറച്ച് വർഷം മുമ്പ് അങ്ങനെയല്ലല്ലോ. ഇപ്പോൾ എല്ലാവർക്കും, ഏത് പ്രായത്തിലുള്ളവർക്കും അതാത് വീട്ടിൻ്റെ മുൻവശത്ത് തന്നെ പൊങ്കാലിടാനുള്ള സൗകര്യം. അത് അത്രയ്ക്ക് ആൾക്കാരുടെ, അമ്മമാരുടെ മനസ്സിലേക്ക് ആറ്റുകാലമ്മ ഇറങ്ങി ചെന്നിരിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് പറയുന്നത്. മുൻപൊക്കെ അമ്പലത്തിൻ്റെ ചുറ്റുവട്ടത്ത് ആയിരുന്നു കൂടുതലും പൊങ്കാല വന്നിരുന്നത്. കുറച്ച് മാറും, ഒരു അമ്പലവുമായി ബന്ധപ്പെട്ട് ഒരു 4-5 കിലോമീറ്റർ പരിധിയിലാണ് വന്നിരുന്നത്. പക്ഷേ ഇപ്പോൾ അതിലും കൂടുതൽ കടന്നു. പിന്നെ വീട്ടുമുറ്റത്തും പൊങ്കാല ഇടാനുള്ള ഒരു പ്രവണത കൂടി. അതെനിക്ക് തോന്നുന്നത് ആ കോവിഡ് കാലത്താണ് അതിലേക്ക് കടന്നത്. അതിനുശേഷം ഇപ്പോൾ പലരും അന്ന് ഇട്ട പോലെ ഫ്ലാറ്റിൻ്റെ മുന്നിൽ അല്ലെങ്കിൽ വീട്ടുമുറ്റത്ത് അത് തന്നെ തുടരുകയാണ് ഇപ്പോൾ, അല്ലേ? അല്ല, തുടരുന്നത് മാത്രമല്ല, അത്രയ്ക്ക് പൊങ്കാലകളുടെ എണ്ണം കൂടിയിട്ടുണ്ട്. അത് ഒരു വാസ്തവമാണ്. കാരണം ഇപ്പോൾ പൊങ്കാലയുടെ എണ്ണം എന്ന് പറയുന്നത് ഇപ്പം മുമ്പത്തെ പോലെ അല്ലല്ലോ. ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിലായാലും മറ്റ് ജില്ലകളിൽ നിന്നായാലും ധാരാളമായിട്ട് അമ്മമാർ, ഇവിടെ ഡെപ്യൂട്ടി മേയർ പറഞ്ഞതുപോലെ ജനങ്ങൾ, അമ്മമാർ ഇഷ്ടം പോലെ വരുന്നുണ്ട്. പൊങ്കാലയുടെ എണ്ണം വർഷാവർഷം 10,000-കണക്കിന് കൂടി വരികയാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ വീട്ടിൻ്റെ മുറ്റത്തായാലും ഫ്ലാറ്റിൻ്റെ മുറ്റത്തായാലും ഇത്തരത്തിൽ പൊങ്കാലിടുന്ന ഒരു അവസരം ആൾക്കാർക്കുണ്ടായത്. ഈ പൊങ്കാല എന്ന് പറയുന്നത്, ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുന്നത് അത് തിരുവനന്തപുരംകാരുടെ മാത്രമല്ല, കേരളത്തിൻ്റെ മാത്രമല്ല, ഇന്ത്യയുടെ മാത്രമല്ല, അതിലേക്ക് കടന്നു ഇപ്പോൾ, അല്ലേ? പുറത്തുനിന്നും വിദേശങ്ങളിൽ നിന്നും ഒക്കെ ഒട്ടേറെ പേരാണ് വന്ന് പൊങ്കാല ഇടുന്നത്. ഓരോ വർഷവും അത് ഗിന്നസ് റെക്കോർഡിലേക്ക് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. 25 ലക്ഷം കവിഞ്ഞു. ഇനിയിപ്പോൾ ഇത്തവണ അതിലും കൂടും എന്നാണ് പറയുന്നത്. 35 വർഷമായിട്ടൊക്കെ ഇടുന്ന ആളല്ലേ. അപ്പോൾ ആ ഒരു തുടക്കം മുതലുള്ള ആ ഒരു ഇത്, നേരത്തെ ജയ പറഞ്ഞ പോലെ തുടക്കകാലത്ത് എൻ്റെ ആ കാലത്തൊന്നും ഇത്രയധികം പൊങ്കാല എത്തിയിട്ടില്ല. നമുക്ക് ഈ കിള്ളിയാറ് കഴിഞ്ഞ് പോകാൻ പാടില്ല എന്നുള്ളൊരു കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ആറ് കടക്കാതെ നോക്കി അത്തരം പ്രദേശങ്ങളിൽ മാത്രം, കൂടി പറഞ്ഞാൽ ഒരു 10 വാർഡിനുള്ളിൽ ചുരുങ്ങിയ ഒരു കാലഘട്ടം ആയിരുന്നു അന്ന്. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. നേരത്തെ പറഞ്ഞ പോലെ കേരളം മൊത്തം ഒഴുകുകയാണ് ഇങ്ങോട്ട്. പക്ഷെ ഇപ്പോഴും കിള്ളിയാറിനപ്പുറത്തേക്ക് അത് ഇല്ല, അതിന് ചെറിയ മാറ്റമുണ്ട്. അത് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് വന്നിട്ടുണ്ട്. ഇപ്പൊ പുതുതലമുറയ്ക്ക് ഈ ഐതിഹ്യം, ഇത്തരം കാര്യങ്ങളൊന്നും അറിയില്ല. പിന്നെ അവർ കുറച്ചുകൂടി വാഹന സൗകര്യങ്ങളൊക്കെ കിട്ടുന്ന കാര്യങ്ങളെ കുറിച്ചാണ് കൂടുതൽ അവർ ചിന്തിച്ചിട്ട് അതനുസരിച്ചൊക്കെ ഇരിക്കുന്ന ഒരു സാഹചര്യമാണ്. ബസ് സ്റ്റാൻഡിൽ ഇരിക്കുന്നവരുണ്ട്, റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുന്നവരുണ്ട്. അപ്പോൾ ആറിൻ്റെ കാര്യമൊക്കെ പലരും മറക്കുന്നു. നമുക്കത് നിയന്ത്രിച്ച് ആറിനും കടക്കാതെ നോക്കണം എന്ന് പറയാനും പറ്റാത്തൊരു സാഹചര്യമാണ്. കാരണം അത്രയും എണ്ണത്തിൽ അമ്മമാർ വരികയാണ്. അപ്പോൾ ആ ഐതിഹ്യം ഒരു സൈഡിൽ നിൽക്കുമ്പോഴും നമുക്ക് ശരിക്കും പറഞ്ഞാൽ ബാലരാമപുരം ആ ഭാഗത്തേക്കൊക്കെ പാപ്പനംകോടും കഴിഞ്ഞ് പോകുന്നതായിട്ടാണ് ഇപ്പോൾ ഒരു സൈഡിൽ. അങ്ങനെ അങ്ങോട്ട് ഇപ്പുറത്തെ സൈഡാണെങ്കിൽ കഴക്കൂട്ടം ഭാഗം കഴിഞ്ഞിട്ടൊക്കെ പോകണം. അപ്പോൾ വാഹന സൗകര്യം കൂടി നോക്കിയിട്ട് ഹൈവേ ഫുൾ കവർ ചെയ്ത് ഇരിപ്പുണ്ട്.
പക്ഷേ ഇപ്പം അതിനൊന്നും നമ്മളൊരു നിയന്ത്രണം നോക്കുന്നില്ല. എവിടെയാണോ സൗകര്യം അവിടെ ഇരുന്നവർക്ക് പൊങ്കാലയിടാം. അവിടെ തന്നെ നിവേദ്യം നടത്താനുള്ള സൗകര്യം നമ്മൾ തിരുമേനിമാരെയൊക്കെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അത്രയും 350ഓളം തിരുമേനിമാരെ ഇതിനെ ഈ നിവേദ്യത്തിന് മാത്രമായിട്ടൊക്കെ ട്രസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് പ്രശ്നമില്ല. അങ്ങനെ തിരുവനന്തപുരം മൊത്തം, നഗരം മൊത്തം വ്യാപിക്കുന്ന തരത്തിലാണ് പൊങ്കാല. അവരവരുടെ സൗകര്യം നോക്കിയിട്ടാണ്. ആ സ്ഥലങ്ങളിലൊക്കെ തന്നെ ഭക്ഷണവും മറ്റ് വ്യവസ്ഥകളും ഒക്കെ സംഘടനകളായാലും നഗരസഭ ചെയ്യുന്നത് കൂടാതെ വിവിധങ്ങളായിട്ടുള്ള സംഘടനകളൊക്കെ അല്ലെങ്കിൽ നാട്ടുകാർ, വീട്ടുകാരെല്ലാം ഇതിനായിട്ട് മനസ്സും ശരീരവും മൊത്തം അർപ്പിച്ച് കുടുംബത്തോടെ നമ്മൾ അവരെ സ്വീകരിക്കാൻ തയ്യാറായി കഴിഞ്ഞു. ഭക്ഷണം കൊടുക്കുന്ന കാര്യമായാലും എന്തുമായാലും അവർക്ക് അവർക്ക് കുളിക്കാനും വസ്ത്രം മാറാനുമുള്ള സൗകര്യമെല്ലാം ഈ ഒരു 10 ദിവസം എന്ന് പറയുന്നത് നമ്മൾ വരുന്ന അതിഥികൾക്കായിട്ട് മാറ്റി വെച്ചിട്ടുള്ളൊരു ജീവിതമാണ് തിരുവനന്തപുരംകാർക്ക്. അതെ, ഇത്തവണ 2:15 മറ്റോ ആണെന്ന് തോന്നുന്നു. അങ്ങനെയാണ് ഞാൻ കേട്ടത്. പൊങ്കാല തളിക്കുന്ന സമയം 2:15 ഗ്രഹണമാണല്ലോ. അതിനുശേഷം ദർശനവും ആ സമയത്ത് എന്തോ മാറ്റങ്ങളുണ്ട്. കഴിയുമ്പോഴേക്കും ഒരു ചെറിയ നിയന്ത്രണം. അതെ, താലപ്പൊലി കഴിഞ്ഞ് മുന്നേ 1:30 മുന്നേ ചെയ്യണം. കാരണം നട പിന്നെ തുറക്കാൻ പറ്റില്ല. നട തുറന്നിരുന്നാലേ ഇതൊക്കെ 7 മണി വരെ നട തുറക്കില്ല, ഗ്രഹണമാണ്. അത് കഴിഞ്ഞിട്ടാണ് ചൂരലൂത്തും ഒക്കെ നടക്കുന്നത്. 7 മണിക്ക് ശേഷമാണ് നട തുറന്നതിന് ശേഷം. അതെ, അപ്പോൾ ആ ഒരു പീരീഡ് സമയം കിട്ടുന്നുണ്ടെങ്കിൽ പോലും അമ്പലത്തിൽ ഇതൊക്കെയാണ്. പക്ഷെ പുറത്ത് അല്ലേ വലിയ തിരക്കായിരിക്കില്ല ആ സമയത്ത്. പക്ഷെ ട്രസ്റ്റ് സെപ്പറേറ്റും സർക്കാർ സംവിധാനം, നഗരസഭാ സംവിധാനം, അല്ല ഞങ്ങളെ പോലുള്ള ജനപ്രതിനിധികളൊക്കെ നമുക്ക് സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ പത്രങ്ങളിലൂടെയൊക്കെ നമ്മൾ അറിയിപ്പെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഗ്രഹണം എല്ലാവർക്കും അറിയാമല്ലോ. നമ്മൾ ഈ വിശ്വാസികൾക്ക് എന്തായാലും അവർക്ക് അറിവുള്ളതാണ്. ആ ഗ്രഹണ കാര്യങ്ങളൊക്കെ നമ്മൾ അറിയിച്ചിട്ടുണ്ട്. അതിന് മുന്നേ ഗ്രഹണം തുടങ്ങുന്ന നട അടയ്ക്കേണ്ട സാഹചര്യമാണ്. അപ്പോൾ താലപ്പൊലി എടുക്കുന്ന കുഞ്ഞുങ്ങളെയൊക്കെ അതിന് മുന്നേ കൊണ്ടുവരണം. നിവേദ്യവും അതിന് നട അടയ്ക്കുന്നതിന് മുന്നേ തന്നെ നിവേദ്യം ഉണ്ടാവും. ഇതൊക്കെ അറിയിപ്പ് പല വിധത്തിലും എങ്ങനെയൊക്കെ എത്തിക്കാമോ ജനങ്ങളിലേക്ക് അങ്ങനെയൊക്കെ എത്തിച്ചിട്ടുണ്ട്. ബാക്കി അവിടെ വരുന്ന മുറയ്ക്ക് ആൾക്കാർ അറിയുമല്ലോ. അനൗൺസ്മെന്റ് എന്തായാലും കാണുമല്ലോ. എല്ലാ ക്ലബ്ബുകളുടെയും ബോക്സ് ഉണ്ട്. അത് ഓരോ പ്രദേശത്തും സംഘടനകൾ അവർ മൈക്ക് സംവിധാനത്തോടു കൂടിയാണല്ലോ അവരുടെ പരിപാടികളൊക്കെ നടത്തുന്നത്. അപ്പോൾ എന്തായാലും അങ്ങനെ ആർക്കെങ്കിലും അറിവ് കിട്ടിയിട്ടില്ലെങ്കിൽ അവിടെ എത്തുമ്പോൾ എന്തായാലും ആ അറിവ് ഉണ്ടാവും, അവർക്ക് മനസ്സിലാവും. ഇപ്പോൾ ആറ്റുകാലത്തെ കൗൺസിലർ ഉണ്ട് നമുക്കൊപ്പം. ശ്രുതിയോടെ തന്നെ ചോദിക്കാം, എങ്ങനെയാണ് ഇത്തവണ നേരത്തെയാണ് നിവേദ്യം നേരത്തെയാണ്, അപ്പോൾ അതിനു മുമ്പ് തന്നെ ദർശനമൊക്കെ അവസാനിപ്പിക്കണം, ഗ്രഹണമാണ്. അപ്പോൾ എങ്ങനെയാണ് അതിനുള്ള ഒരുക്കങ്ങളൊക്കെ അതെങ്ങനെയാണ് അവിടെ ചെയ്തിരിക്കുന്നത്? സാധാരണഗതിയിൽ പൊങ്കാല കഴിഞ്ഞിട്ടാണ് എനിക്ക് തോന്നുന്നു ചുറ്റുമുള്ളൊരു 4-5 വാർഡുകളിലെ ഭക്തജനങ്ങൾ കുട്ടികളെ കൊണ്ട് താലപ്പൊലിക്ക് വരുന്നത്. ഞാൻ ഉൾപ്പെടെയുള്ളവർ പോകുന്നത് നിവേദ്യം കഴിഞ്ഞിട്ടാണ്. പക്ഷെ ഇത്തവണ അത് പറ്റില്ല. ഇത്തവണ എനിക്ക് തോന്നുന്നു 3 മണി വരെ, സാധാരണഗതിയിൽ 3 മണി വരെയുള്ള ക്യൂവിൽ താലപ്പൊലി കുട്ടികൾക്ക് പ്രത്യേക ക്യൂ ആണ് അറേഞ്ച് ചെയ്ത് വിട്ടിരിക്കുന്നത് എല്ലാ വർഷവും. അതുപോലെ തന്നെ 3 മണി, അതായത് 4:30 നട തുറക്കുന്നതിനോടൊപ്പം താലപ്പൊലിയും ഇപ്രാവശ്യം എനിക്ക് തോന്നുന്നു ഒത്തിരി കൂടുതലായിരിക്കും, 1:30 വരെ. അത് തന്നെയാണ്. പിന്നെ ട്രസ്റ്റിൻ്റെ ഭാഗത്തു നിന്ന് വളരെയധികം സപ്പോർട്ടും അനൗൺസ്മെൻറ്റും കിട്ടുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ സിം ചേച്ചി പറഞ്ഞ പോലെ നമ്മൾ കൗൺസിലേഴ്സിൻ്റെ ഭാഗത്തു നിന്നും കോർപ്പറേഷൻ്റെ ഭാഗത്തു നിന്നും ഒക്കെ നേരത്തെ തന്നെ മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട് ചന്ദ്രഗ്രഹണമായതിനാൽ. പിന്നെ 7 മണിക്ക് ശേഷം നമുക്ക് നട തുറക്കത്തുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞാണ് പിന്നെ ചൂരലുകുത്ത്. എനിക്ക് തോന്നുന്നു 580ഓളം കുത്തിയോട്ട ബാലന്മാരുണ്ട്. അപ്പോൾ അവരുടെ എല്ലാം ചൂരൽ കുത്തിയിട്ടാണ് ദേവിയെ പുറത്തെഴുന്നള്ളിക്കുന്നത്. 7 മണിക്ക് ശേഷമുള്ള ക്ഷേത്ര ദർശനം അത്ര അനിവാര്യമായിട്ട് നമുക്ക് പോകാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് 1:30 മുമ്പ് തന്നെ അതിനായിട്ട് ട്രസ്റ്റ് എനിക്ക് തോന്നുന്നു പല ക്യൂ പ്രത്യേകം കേന്ദ്രീകരിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. സൂര്യ, വലിയശാല വാർഡിലൊക്കെ ഒരുക്കങ്ങൾ എന്തായി? വലിയശാലയിൽ ഏകദേശം ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു. ക്ലീനിങ് ആയാലും ഏകദേശം എല്ലാം ഫുള്ളായി കഴിഞ്ഞു. ഇന്നത്തോടുകൂടി എല്ലായിടത്തും ക്ലീനിങ് എല്ലാം കഴിഞ്ഞു. ക്ലീനിങ് സ്റ്റാഫുകളായാലും ഹെൽത്തിൽ നിന്നായാലും ഞങ്ങൾക്ക് നല്ല സപ്പോർട്ടുണ്ടായിരുന്നു. പിന്നെ വലിയശാലയിൽ തന്നെ എല്ലാ ഭാഗങ്ങളിലും പൊങ്കാലയുണ്ട്. എല്ലാവരും നല്ല സന്തോഷത്തിലും ഒരുക്കങ്ങളുടെ ബഹളത്തിലുമാണ്. പിന്നെ ജനപ്രതിനിധി ആയതിനു ശേഷമുള്ള ആദ്യത്തെ പൊങ്കാലയാണ് ഇത്. ഞാൻ ഒരു 12 വർഷമായിട്ട് സ്ഥിരമായിട്ട് പൊങ്കാലയിടുന്നു. അതിനു മുന്നേ എൻ്റെ വീട് ഇച്ചിരി കുറച്ച് ദൂരെയാണ്. അപ്പം അമ്മയുടെ കൂടെ രാവിലെ അവിടെ നിന്ന് വന്ന് പൊങ്കാലയിട്ടിട്ട് പോകുന്നതായിരുന്നു പതിവ്. ഇപ്പോൾ പക്ഷേ 12 വർഷമായിട്ട് ഞാൻ എൻ്റെ ഇവിടെ വലിയശാലയിൽ തന്നെയാണ് പൊങ്കാലയിടുന്നത്. ആശ പൊങ്കാല ഇടാറില്ലേ?
ഞാൻ കുഞ്ഞിലേ മുതൽ അമ്മയോടൊപ്പം പോകാറില്ല. എൻ്റെ ഓർമ്മ ആണെങ്കിൽ ഒരു 4-5 വയസ്സ് മുതൽ ഞങ്ങൾ ഇപ്പോൾ നേരത്തെ എൻ്റെ സിമിച്ച് സൂചിപ്പിച്ച പോലെ അപ്പം നമുക്ക് കിള്ളിയാറ് കഴിഞ്ഞിട്ട് പൊങ്കാല പാടില്ല എന്നുള്ളൊരു ഇതുണ്ട്. അപ്പം എൻ്റെയൊക്കെ വീട് പാപ്പനംകോടാണ്. അപ്പം നമ്മൾ പൊങ്കാല ഇടാൻ പോകുന്ന കുഞ്ഞിലെ എന്നെയും അനിയനെയും ഒക്കെ നടത്തി നമ്മുടെ പാലം കഴിഞ്ഞ് ആറ് കഴിഞ്ഞ് ഞങ്ങൾ നടന്നാണ് പോകുന്നത്. അപ്പം ഞങ്ങൾ ഇതൊക്കെ കുഞ്ഞിലെ നമ്മുടെ മനസ്സിൽ ഇപ്പോഴും ആ ഒരു ചിന്തയാണുള്ളത്. അമ്മ 2 കൈയും ഞങ്ങളെ പിടിച്ചിട്ട് കൊണ്ടുപോകുന്ന ആ ഒരു ഇതാണ് മനസ്സിലുള്ളത്. അപ്പോൾ നമുക്കിതൊക്കെ നമ്മുടെ മനസ്സിൽ അപ്പോൾ പൊങ്കാല എന്നാൽ കുഞ്ഞു മനസ്സിൽ അപ്പോഴും അറിയില്ലല്ലോ. അപ്പം നമ്മൾ ഈ മനസ്സിൽ ബലൂൺ കാണുന്നതും നമുക്ക് തെരളി, നമ്മൾ തിരുവനന്തപുരത്ത് തെരളി എന്ന് പറയും, പല നാട്ടിലും പല പേരാണ്, വയണയപ്പം എന്നൊക്കെ പറയും. അപ്പം നമുക്ക് അമ്മ ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ അമ്മ ഇങ്ങനെ ഇട്ട് വയ്ക്കുമ്പോൾ ഇത് എടുത്ത് തിന്നാൻ വേണ്ടിയിട്ട് പോകും ഞങ്ങൾ. അപ്പോൾ അങ്ങനെ തിന്നാൻ പാടില്ല എന്നൊക്കെ പറയും. അപ്പോഴൊക്കെയാണ് ഇന്ന് അമ്മ ഇങ്ങനെ പറഞ്ഞു തരാറുള്ളത്. ഇതൊക്കെ കഴിഞ്ഞ ശേഷം മാത്രമേ നമ്മൾ എടുക്കാൻ പാടുള്ളൂ. പക്ഷെ നമ്മുടെ കുഞ്ഞു മനസ്സിൽ അപ്പോഴതെന്ന് അറിയില്ല. നമുക്ക് ആ ശർക്കര എടുക്കുക, തേങ്ങ എടുക്കുക, ഇതൊക്കെയാണ് നമ്മുടെ ചിന്ത. അപ്പം നമ്മുടെ മനസ്സിൽ ഇപ്പോഴും പൊങ്കാല എന്നൊക്കെ പറയുന്ന അമ്മയോടൊപ്പം പോകുന്നത് ആ ഒരു ചിന്തയാണുള്ളത്. അപ്പോൾ അതിനുശേഷം വലുതായപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞ ശേഷം ഇപ്പോഴാണ് നമ്മൾ ഒറ്റയ്ക്ക് പൊങ്കാല ഇടാൻ വേണ്ടി പൊങ്കാല ഇടുന്നത്. അപ്പോൾ അതൊക്കെ നമുക്കൊരിക്കലും പ്രതീക്ഷിക്കാത്ത വല്ലാത്തൊരു അനുഭവമാണ്. പൊങ്കാല എന്ന് പറയുമ്പോൾ എല്ലാവരുടെ മനസ്സിലും കുറേ നാളുകൾ വ്രതമെടുത്ത് നമ്മൾ അമ്മയ്ക്കായിട്ട് നമ്മളെ മുഴുവനായിട്ട് സമർപ്പിക്കുന്നതാണ് പൊങ്കാല എന്ന് പറയുന്നത്. പക്ഷെ അത് ഇപ്പോഴാണ് ഞങ്ങൾ കുഞ്ഞിലേ നമുക്കതൊന്നും അറിയില്ല. പിന്നീട് നമ്മളതൊക്കെ പഠിച്ച് ഇപ്പോൾ നമ്മൾ അമ്മയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ മുഴുവൻ, ഞാൻ നേരത്തെ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ നമ്മുടെ നാടും നഗരവും ഒക്കെ തന്നെ ഒരുങ്ങി നമ്മളെല്ലാം തന്നെ അമ്മയ്ക്ക് നമ്മളെ അർപ്പിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരു സമയമാണ്. നമ്മളെല്ലാവരും, ഞാനടക്കമുള്ള എല്ലാ തിരുവനന്തപുരത്തു നിന്നല്ല, ഇപ്പോൾ നേരത്തെ പലരും സൂചിപ്പിച്ച പോലെ പല നാടുകളും, ഇപ്പോൾ ഗൾഫ് നാടുകളിൽ നിന്ന് പോകുമ്പോൾ ഈ പൊങ്കാലയ്ക്ക് വേണ്ടി തിരുവനന്തപുരത്ത് അമ്മയുടെ നടയിലിടാൻ വേണ്ടി നിരവധിയായിട്ടുള്ള ആളുകൾ വരുന്നുണ്ട്. അപ്പോൾ പല നാടുകളിൽ പൊങ്കാല, അവിടെ ഒരു ആറ്റുകാൽ പൊങ്കാല എന്ന രീതിയിൽ പല നാടുകളുണ്ടെങ്കിൽ പോലും പലർക്കും അമ്മയുടെ നടയിൽ പൊങ്കാല ഇടണം എന്നായിരിക്കും ആഗ്രഹം. അങ്ങനെ വരുന്നവരും ഉണ്ട്. അപ്പോൾ നമ്മൾ എല്ലാ സ്ത്രീകളും വ്രതമെടുത്ത് അമ്മയുടെ അടുത്തേക്ക് പൊങ്കാല ഇടാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു സമയമാണ്. തീർച്ചയായിട്ടും നമുക്കൊക്കെ അതിൽ പങ്കെടുക്കാം. പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത് നമ്മൾ തിരുവനന്തപുരംകാരായത് നമ്മൾ ഒരുപാട് ഭാഗ്യം ചെയ്തവരായിട്ട് തന്നെയാണ് തോന്നുന്നത്. നമ്മൾ ഈ ഒറ്റയ്ക്ക് പോയി ഈ പൊങ്കാലയുടെ തലേദിവസം ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇന്ന് വൈകുന്നേരം തൊട്ട് തന്നെ നോക്കിക്കഴിഞ്ഞാൽ അതറിയാം, ആരും ഒറ്റയ്ക്ക് നടക്കുന്നു ഏത് സമയത്തും. അത് നമുക്ക് കിട്ടുന്ന ആ ഒരു സ്വാതന്ത്ര്യം അതുകൂടെയല്ലേ, അതും കൂടിയാണ് പൊങ്കാല അല്ലേ? തീർച്ചയായിട്ടും. ശരി. ഇപ്പോൾ എല്ലാവരുടെ മനസ്സിലും ആറ്റുകാൽ അമ്മ നമ്മുടെ കൂടെ ഉണ്ട്. നമ്മളിപ്പോൾ എവിടെ ഒറ്റപ്പെട്ട് പോയാലും അമ്മ ഉണ്ടല്ലോ നമ്മളെ കാക്കാൻ വേണ്ടിയിട്ട്. അത് എല്ലാവരുടെ മനസ്സിലും അങ്ങനെ തന്നെയാണ്. കാരണം നമ്മൾ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ്, ഇപ്പോൾ അമ്മയുടെ നടയിൽ വരുന്നതിന് വേണ്ടിയിട്ടാണ്, അമ്മയെ കാണുന്നതിന് വേണ്ടിയിട്ടാണ് പൊങ്കാല ഇടാൻ വരുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്കൊന്നും ഒരു ആപത്ത് വരാതെ അമ്മ കൂടെ ഉണ്ടാകുമെന്നൊരു എല്ലാവരുടെ മനസ്സിലും ഉണ്ട്. അത് തന്നെയാണ് ഇപ്പോൾ സ്വാതന്ത്ര്യത്തോടുകൂടി എല്ലാവരും ഒറ്റയ്ക്ക് നടന്നിപ്പോൾ ഞങ്ങൾ ഇന്നലെ അമ്പലത്തിൽ പോയപ്പോൾ തിരിച്ച് ഞങ്ങൾ വീടെത്തിയപ്പോൾ 3 മണി എന്തുവായി. ഈ 3 മണി 4 മണി എന്നൊക്കെ ഞങ്ങൾ വീടെത്തുമ്പോഴാണ് അറിയുന്നത് ആ സമയം. കാരണം അത്രയ്ക്ക് ആളുകളെല്ലാം നിറഞ്ഞ് റോഡിൽ കൂടിയിട്ട്. അപ്പോൾ അവർ കാരണം അത്രയ്ക്ക് ഉത്സവ പ്രതീതിയിലാണ് നടക്കുന്നത്. അപ്പോൾ 2-3 മണിയൊന്നും ആരും സുരക്ഷിതരല്ല എന്നൊരു ചിന്തയിൽ നിന്ന് മാർക്കുമില്ല. അമ്മ ഞങ്ങളോടൊപ്പം ഉണ്ട് എന്ന ചിന്തയാണ് എല്ലാവർക്കും ഉള്ളത്. ഈ പൊങ്കാലയിടും, തെരളിയുണ്ട് അല്ലേ? അതിൽ പൊങ്കാലയിൽ തന്നെ പല തരത്തിലുണ്ടല്ലോ. ഈ പായസത്തിലൊക്കെ വെള്ളയുണ്ട്, അങ്ങനെ പല തരത്തിലുണ്ട്. അതൊക്കെ ഓരോ നേർച്ച പോലെ ചെയ്യുന്നവരുണ്ട്. ചിലവർ ഒരു കലം മാത്രം ഇടുന്നവർ, അല്ലെങ്കിൽ 7, 21 അങ്ങനെയൊക്കെ 101 ഒക്കെ ഇടുന്നവരും ഒക്കെയുണ്ട്. അങ്ങനെയുള്ള ഓരോ അനുഭവങ്ങൾ അതൊക്കെ എങ്ങനെയാണ്? ആരൊക്കെ പറഞ്ഞൊക്കെ അറിയുന്നുണ്ടാവുമല്ലോ അത്തരം കാര്യങ്ങൾ? പറഞ്ഞ് അറിയുന്നതിന് ഉപരിയായിട്ട് നമ്മളൊക്കെ ചെയ്യാറുണ്ട്. കാരണം എന്തെങ്കിലുമൊക്കെ വിഷമം വരുമ്പോഴും അല്ലെങ്കിൽ എന്തെങ്കിലും സന്തോഷം വരുമ്പോഴാലും നമ്മൾ അമ്മയ്ക്ക് വെള്ളപ്പായസം ഇട്ടേക്കാം, അല്ലെങ്കിൽ അമ്മയ്ക്ക് ഇത് നമുക്ക് തലവേദനയൊക്കെ വരുന്ന സമയത്ത് ആൾക്കാരിങ്ങനെ പറയാറുണ്ട് മണ്ടപ്പുറ്റ വെച്ചേക്കാം. അപ്പം അങ്ങനെയൊക്കെ നമ്മൾ തന്നെ ഇടാറുണ്ട്. വെള്ളപ്പായസമായാലും 101 നമുക്ക് എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങൾ കാണും. നമ്മുടെ മക്കളുടെ കാര്യമായാലും മറ്റെന്താവശ്യമുണ്ടെങ്കിൽ നമ്മളിങ്ങനെ അത് നേടിയാൽ നമ്മൾ 101 കലത്തിൽ പൊങ്കാല ഇട്ടേക്കാം. അങ്ങനെയൊക്കെ ഒത്തിരി നേർച്ചകളൊക്കെ ഇടുന്ന ആൾക്കാർ തന്നെയാണ് എല്ലാവരും കുടുംബത്തിൻ്റെ ഐശ്വര്യവും മക്കളുടെ ഭാവി ഇതൊക്കെ പ്രതീക്ഷിച്ചല്ലേ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ് അല്ലേ? സ്ത്രീകളുടെ ശബരിമല അങ്ങനെയാണല്ലോ, നമ്മുടെ ആറ്റുകാൽ ക്ഷേത്രത്തെ പൊങ്കാല നമ്മൾ അങ്ങനെയാണ് പറയുക. അത് നമുക്ക് പ്രത്യേകിച്ചും തിരുവനന്തപുരംകാർക്ക് അതൊരു അഭിമാനമാണ് അല്ലേ? തീർച്ചയായിട്ടും അതൊരു വലിയൊരു അഭിമാനം തന്നെയാണ്. അമ്മ ദേവീഭാവം സ്ത്രീ ആണല്ലോ. അതെ. അമ്മയുടെ ചരിത്രം നോക്കിയാലും അതെ, ഫൈറ്റ് ചെയ്ത് വന്ന സ്വന്തം ഭർത്താവിനെ ഒരു തെറ്റിദ്ധാരണയുടെ പേരിൽ നഷ്ടപ്പെട്ടപ്പോൾ അതിൻ്റെ ഒരു പ്രതികാരം മധുര രാജാവിനെ
കൊന്ന് കൊന്ന് അങ്ങനെ വിജയശ്രീലാളിതയായിട്ട് വരുവാണ്. അങ്ങനെ വരുന്ന വഴിക്ക് ഇരുന്നതാണ് ഈ പ്രദേശത്ത്. പിന്നീട് അവിടെ ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്ത്രീകളെല്ലാം ആ അമ്മയെ പ്രകീർത്തിച്ചുകൊണ്ട് പൊങ്കാലയിട്ട് അമ്മയെ സ്വീകരിച്ചു എന്നുള്ളതാണ് ഐതിഹ്യം. അപ്പോൾ സ്ത്രീകളാണ് ഇതിൽ കൂടുതൽ പങ്കെടുത്തിട്ടുള്ളത്, പൊങ്കാലയിട്ട് സ്വീകരിച്ചത്. അതിനുശേഷം അമ്മ ശാസ്താവിൻ്റെ അങ്ങോട്ട് എഴുന്നള്ളുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു യുദ്ധം കഴിഞ്ഞ് വരുമ്പോൾ ആ പടയാളികൾ, അതാണ് കുത്തിയോട്ട ബാലന്മാർ, 12 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളെയാണ് അങ്ങനെ കുത്തിയോട്ടത്തിന് ഇരുത്തുന്നത്. അപ്പോൾ അത് ആ ചൂരിൽ കുത്തുന്നു എന്ന് പറഞ്ഞാൽ വെള്ളി ഒരു ചൂണ്ട ഒരു സംഭവം, അതാണ് കുത്തുന്നത്. ആ ഒരു ചോര പൊടിയണം. അതായത് ആ യുദ്ധം കഴിഞ്ഞ് സൈനികർ ചോരപ്പാടുകളോട് ചോരയൊലിപ്പിച്ച് അമ്മയോടൊപ്പം എഴുന്നള്ളി വരികയാണ്. എന്നിട്ട് ഈ സന്തോഷം അമ്മ സ്വന്തം സഹോദരനായ അയ്യപ്പനോട് പറയാൻ, ശാസ്താവിനോട്, ധർമ്മശാസ്താവിനോട് പറയാനായിട്ട് മണക്കാട് വരെ എഴുന്നള്ളുന്നു എന്നുള്ളതാണ് ആ ഒരു ഐതിഹ്യം. അങ്ങനെ വിജയശ്രീലാളിതയായിട്ട് വരികയാണ്. എന്നിട്ട് തിരിച്ച് വീണ്ടും ക്ഷേത്രത്തിലേക്ക് തിരിച്ചു വരുന്നത് 1.5 മണിക്കൂറോളം ധർമ്മശാസ്താവിൻ്റെ അടുത്തിരുന്ന് ആ കഥകൾ മൊത്തം പറയുകയാണ്. 1.5 മണിക്കൂർ. അപ്പം നമ്മൾ നേർക്ക് നേരെ ഇരുത്തി പൂജ ചെയ്ത് കുറച്ച് നമ്മൾ മാറി നിൽക്കും, ബാക്കിയുള്ളവർ ഒരു കാര്യങ്ങൾ പറയുകയാണ്, അതുവരെയുള്ള അനുഭവമൊക്കെ പറഞ്ഞ്. അപ്പോൾ അതുവരെ ധർമ്മശാസ്താവിനൊരു ആശങ്ക ഉണ്ടായിരുന്നു എന്നൊക്കെയാണ്. അപ്പോൾ അങ്ങനെ എല്ലാ വിജയം ആയി, കുഴപ്പമില്ല, എനിക്കൊരു പ്രശ്നമില്ലാതെ ഞാൻ തിരിച്ച് വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ആ സന്തോഷം പങ്കുവെച്ച് തിരിച്ചു പോകുന്നതായിട്ടാണ് ഐതിഹ്യം. അപ്പോൾ പൊങ്കാല ഇടുന്നതെന്ന് പറയുമ്പോൾ വിവിധ ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നവർ പ്രാർത്ഥിച്ചിട്ട്, ഇപ്പം കടും പായസം ഇടുന്നത് ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടായിരിക്കും, സാധാ പായസം ഒരു ആവശ്യത്തിനായിരിക്കും, വെള്ള നൈവേദ്യം വേറൊന്ന് ചിന്തിച്ചിട്ടാണ്. അതെ, മഞ്ഞൾ ചേർത്തിട്ടുള്ള പൊങ്കലുണ്ട്. പൊങ്കൽ തമിഴ് ആൾക്കാരൊക്കെ അത് അങ്ങനെ ചെയ്യുന്നുണ്ട്. ഈ മണ്ടപ്പുറ്റ് എന്ന് പറയുമ്പം തലവേദന, തലയ്ക്ക് വന്നിട്ടുള്ള എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ നേർച്ച നേരും അമ്മയ്ക്ക്. അപ്പോൾ അത്രയും വിശ്വാസവും ഭക്തിയുമാണ് അമ്മയിൽ. അമ്മയോട് നമ്മൾ കണ്ണീരോട് പറയുന്ന കാര്യങ്ങളൊക്കെയും നമുക്ക് നടക്കും. അത് നിരവധി അനുഭവങ്ങളുണ്ട്. എനിക്ക് മാത്രമല്ല, എല്ലാവർക്കും, തിരുവനന്തപുരത്ത് കേരളത്തിൽ നിന്ന് സ്ഥിരമായിട്ട് വരുന്ന എല്ലാവർക്കും ആ ഒരു അനുഭവം ഉണ്ട്. അപ്പോൾ അതിലൊരു കാര്യമാണ് ഇത്. അപ്പോൾ നമ്മൾ മണ്ടപ്പുറ്റ് ചെയ്ത് നിവേദിക്കും. തലയുടെ ഒരു ഷേപ്പിൽ അത് നമ്മൾ ചെയ്തിട്ട് അരിയും പയറും ഒക്കെ, അരിമാവും പയറുപൊടിയൊക്കെ ഇട്ടിട്ടാണ് അത് ചെയ്യുന്നത്. എന്നിട്ട് അതിൽ തന്നെ കണ്ണും മൂക്കും ഒക്കെ നമ്മൾ ആ മുഖത്തിൻ്റെ ഒരു ഇത് വരച്ച് അങ്ങനെയാണ് അത് വേവിച്ചെടുത്തിട്ട് ചെയ്യണം. അപ്പോൾ അത് തലവേദന അല്ലെങ്കിൽ തലയ്ക്ക് സംബന്ധിച്ചിട്ടുള്ള എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതൊക്കെ മാറുമെന്നാണ് ഐതിഹ്യവും. നല്ല അത് ശരിയാണ്. അങ്ങനെ ഓരോ കാര്യങ്ങൾ. അപ്പം അവിടെ തന്നെ ദേവിയുടെ അവിടെ മടം തമ്പുരാൻ്റെ പ്രതിഷ്ഠയുണ്ട്. അവിടെ വലിയ പൂജകളൊക്കെയാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് പയറ് തമ്പുരാന് വേണ്ടിയിട്ട് ചിലർ ഈ പൊങ്കാലയിൽ ഒരു പൊങ്കാലയിൽ മാത്രമായിട്ട് ഒതുങ്ങില്ല, മറ്റു ഉപദേവന്മാർക്കുള്ള നിവേദ്യം എല്ലാം ചെയ്ത് കൊടുക്കുന്ന അമ്മമാർ ഉണ്ട്. ഈ തമ്പുരാന് വേണ്ടി ചെയ്ത് അതേതാ? ഇത് പയറ അതിൽ ശർക്കര ഇട്ട് തേങ്ങയും ഇട്ട് മാത്രം വെക്കുന്നത് മടം തമ്പുരാനുള്ള നിവേദ്യമാണ്. ദേവിക്ക് മാത്രം 3-4 ഐറ്റം ഉണ്ട്. അത് ഓരോരുത്തരുടെ മനസ്സിന്റെ തൃപ്തി അല്ലെങ്കിൽ അവര് 3-4 ഐറ്റം എന്ന് പറയുന്നത് സാധാരണ നമ്മൾ വെക്കുന്ന പായസം, പിന്നെ വെള്ള, പിന്നെ മണ്ടപ്പുറ്റ്, തെരളി, ഒരു സംഭവം മഞ്ഞൾ ഇട്ടിട്ടൊരു ഇത് വയ്ക്കും, മഞ്ഞ നൈവേദ്യം അങ്ങനെ ചെയ്യുന്നതുണ്ട്. കുരുമുളകും അരി വേവിച്ച് മഞ്ഞളും കുരുമുളകും ഇട്ടിട്ട് തേങ്ങയും കൂടെ അങ്ങനെ ഈ വെള്ളയുടെ വേറൊരു ഐറ്റം. അപ്പം അതെല്ലാം ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നേർച്ചയായിട്ടാണ് ഇടുന്നത്. പിന്നെ ഈ 101 കലം, 51 കലം, 21 കലം എന്നൊക്കെ പറയുന്നത് ഓരോരുത്തരുടെ നേർച്ച, അവരുടെ ആഗ്രഹ പൂർത്തീകരണത്തിനായിട്ട് അവരെങ്ങനെയാണോ ചിന്തിക്കുന്നത്. 21 കലം നേരുന്നവരും ഉണ്ട്. ഇവിടെ ചെയ്യാൻ പറ്റാത്തവർ ക്ഷേത്രത്തിൽ ഇപ്പം ഡയറക്റ്റ് കൊടുക്കും. നമുക്കിപ്പം അതിനുള്ള സൗകര്യം പുറത്ത് പറ്റിയില്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നവരും ഉണ്ട്. എന്തായാലും ദേവി അത്രത്തോളം കാര്യമായിട്ടാണ് ഭക്തരെ സംരക്ഷിക്കുന്നത്. അത്രയും സ്നേഹം ഭക്തർ അങ്ങോട്ടും കൊടുക്കുന്നുണ്ട്. ആ വിശ്വാസം, കാരണം എന്ത് പ്രാർത്ഥിച്ചാലും നടക്കും എന്നാണ്. അത് കുഞ്ഞുങ്ങളുണ്ടാവാത്തവരുണ്ട്, വർഷങ്ങളായിട്ട് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ശ്രമിച്ചിട്ട് കിട്ടാതിരിക്കുമ്പോൾ പ്രാർത്ഥിച്ചിട്ട് അങ്ങനെ കിട്ടിയ ചരിത്രം ഉണ്ട്. ജോലിയുടെ കാര്യം, അസുഖങ്ങൾ മാറാനായിട്ട് ആ നടയിലൊന്ന് ചെന്ന് നിന്നാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. നിലവിളിച്ച് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നവരുണ്ട്. പരീക്ഷിക്കും അമ്മ, പരീക്ഷണത്തിന്റെ ഒരു ആളാണ്. കുറേ പരീക്ഷിക്കും, പക്ഷേ കുറേ പരീക്ഷിക്കും. നമ്മളവിടെ പോയി നിന്ന് കുറേ കരയും,
അവസാനം ആ കരച്ചിലങ്ങ് മാറും. സ്വന്തം വീട്ടിൽ നമ്മളിപ്പോൾ നമ്മുടെ വീട്ടിലൊരു അമ്മയോ അമ്മൂമ്മയോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ചില കാര്യങ്ങളൊക്കെ നമ്മൾ ധൈര്യമായിട്ട് പോയി പറയുമല്ലോ, തുറന്ന് പറയാമല്ലോ. അത്തരത്തിലൊരു കൂട്ടാണല്ലോ പണ്ട് കാലങ്ങളിലെ കുടുംബത്തിലുള്ള. അപ്പം അതുപോലെ കുടുംബത്തിലുള്ള ഒരു അമ്മയായിട്ട് തന്നെയാണ് പലരും കാണുന്നത്. നമ്മൾ അവിടെ ചെന്ന് നിന്ന് പറയുന്നു, അല്ലെ ചിലർ വീട്ടിൽ വിളക്ക് കത്തിക്കുന്ന സമയത്ത് കാര്യം പറയുന്നു. ഞാനൊക്കെ സംസാരിക്കാറുണ്ട് ദേവിയോട് കാര്യങ്ങൾ നല്ലതായാലും ചിലപ്പോൾ ദേഷ്യം സങ്കടമൊക്കെ വരുമ്പോൾ കുറച്ച് ഹാർഷായിട്ട് പറയാം, ഇങ്ങനെ ചെയ്തല്ലോ, ഞാൻ ഇനി അങ്ങോട്ട് വരുന്ന പ്രശ്നം. ഒരു സുഹൃത്തിനോട് പറയുന്ന പോലെ 6 വർഷം വരെ ഞാൻ പോവാതിരുന്നിട്ടുണ്ട്. 6 വർഷം പോവാതിരുന്നു. അതെന്താ? പുള്ളിയുടെ മരണമൊക്കെ വരുമ്പോൾ നമ്മളൊരിക്കലും പ്രതീക്ഷിക്കില്ല. വൈദവ്യം ആരും ഒരു സ്ത്രീയും ആഗ്രഹിക്കുന്നതല്ല. അല്ല. അപ്പോൾ അതൊക്കെ വരുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ഒന്ന് മനസ്സ് വിഷമിക്കും. പിണക്കം അമ്മയോട് ഇനി അങ്ങോട്ട് വരുന്നില്ല. കാരണം എൻ്റെ കല്യാണം നടന്നത് അവിടെയാണ്, കുഞ്ഞുങ്ങളുടെ കുത്തിയോട്ടം നടന്ന അവിടെയാണ്, ചോറൂണ്, ഇതെല്ലാം ദേവിയായിട്ട് ബന്ധപ്പെട്ടാണ് എൻ്റെ ജീവിതം ആ സമയത്തൊക്കെ പൊക്കോണ്ടിരുന്നത്. അത്രയും ഒരു ആത്മബന്ധം അമ്മയുമായിട്ടുണ്ട്. അങ്ങനെ ജീവിച്ചു പോകുമ്പോൾ അമ്മയുടെ നടയിൽ തന്നെ താലി കെട്ടിയിട്ട് ആ താലി പോവേണ്ടെന്നൊരു പ്രതീക്ഷിക്കാതെയൊക്കെ നമുക്ക് വരുമ്പോൾ അതിൻ്റെ ഒരു വിഷമം നമുക്കിപ്പോൾ വീട്ടിൽ അമ്മയോട് നമ്മൾ ദേഷ്യം കാണിക്കും, സങ്കടം എല്ലാം സ്വന്തം അമ്മയോട് കാണിക്കും. അതേമാതിരി തന്നെ ഞാൻ ഇനി അങ്ങോട്ട് വരുന്ന പ്രശ്നമില്ല എന്നൊരു തീരുമാനം എടുത്ത് കുറേ നാൾ 6 വർഷം വരെ പോയിട്ടില്ല. ഇപ്പോൾ 6 വർഷത്തിന് ശേഷം ഇപ്പോഴാണ് കുറച്ച് 10 ദിവസവും അമ്മ സഹായിക്കട്ടെ. സൂര്യയുടെ ഒരു അനുഭവങ്ങൾ എങ്ങനെയാണ്? വർഷങ്ങളായിട്ട് പൊങ്കാല ഇടുകയാണല്ലോ. അതെ, 12 വർഷമായിട്ട് ഞാൻ സ്ഥിരമായിട്ട് ഇടുന്നുണ്ട്. എന്നാലും ഇവിടെ എന്തു പറയാനാ, അമ്മയും എല്ലാവരും ഇവിടെ വന്ന് ഞങ്ങൾ ഒരുമിച്ച് തന്നെയാണ് പൊങ്കാല ഇടുന്നത്. 12 വർഷമായിട്ട് ഇവിടെ നമ്മുടെ വീടിന് അടുത്ത് തന്നെയാണ് പൊങ്കാല ഇടുന്നത്. പിന്നെ അനുഭവം എന്ന് പറഞ്ഞാൽ അമ്മ ഇങ്ങനെ ഓരോന്നും നമുക്കിങ്ങനെ ഓരോ തലവേദന അങ്ങനെയൊക്കെ വരുമ്പോൾ അമ്മ ഓരോ നേർച്ചകൾ നേരും, അപ്പം നമ്മളെ കൊണ്ട് ഇട്ടും. അപ്പോൾ ഇട്ട് കഴിയുമ്പോൾ അത് നമ്മുടെ മനസ്സിനൊരു സന്തോഷവും ഒരു സംതൃപ്തിയും ഉണ്ടാകും. കാരണം നമുക്ക് അമ്മയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റി, മുടക്കമൊന്നും വരാതെ എല്ലാ വർഷവും ചെയ്യാനും പറ്റുന്നുണ്ട്. അത് വളരെയധികം സന്തോഷമാണ്. പിന്നെ നമ്മുടെ വീട്ടിലായാലും പുറത്തുനിന്ന്, അതായത് ദൂരസ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാരൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അവരെ സഹായിക്കാനും നമുക്ക് പറ്റുന്നുണ്ട്. അതും മനസ്സിന് സന്തോഷം തന്നെ, എല്ലാം അമ്മയുടെ അനുഗ്രഹമായിട്ട് തന്നെ കാണുന്നത്. ശ്രുതി, അമ്പലത്തിൽ നല്ല തിരക്കാണ് അല്ലേ? ഉത്സവം തുടങ്ങിയ കാപ്പ് കിട്ടിയ സമയം തൊട്ട് ഞാൻ മിക്ക ദിവസങ്ങളിലും പോവാറുള്ളതാണ്. എനിക്കറിയാം അവിടുത്തെ ആ ഒരു തിരക്ക് കണ്ടറിയാറുണ്ട്. അപ്പോൾ ഇനിയുള്ള സമയം എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക? എന്തൊക്കെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്? എങ്ങനെയാണ്? ഇന്ന് വൈകിട്ട് മുതൽ നല്ല രീതിയിലുള്ള തിരക്ക് അനുഭവപ്പെടാറുണ്ട്. കാരണം ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് രാവിലെ 7:30 നട തുറന്ന സമയം. അതായത് ഇന്നത്തെ ദിവസം ദേവിയുടെ ഭർത്താവ് വധിക്കപ്പെടുന്ന ദിവസമാണ്. അപ്പോൾ ഇന്ന് മുതൽ ദേവി അവിടെ ഇല്ല എന്നാണ് ഒരു വിശ്വാസവും. ആ സ്റ്റോറി, ബിഹൈൻഡ് ദ സ്റ്റോറി എന്ന് പറയുന്നത് ഇന്നത്തെ ദിവസം ദേവി അവിടെ ഇല്ല എന്നാണ് പറയുന്നത്. അപ്പം ഇന്ന് മുതൽ നല്ല രീതിയിലുള്ള തിരക്കുണ്ട്. കാരണം ഇന്ന് ഞായറാഴ്ച ദിവസമാണ്. പിന്നെ ഇന്ന് മുതൽ രാത്രി എനിക്ക് തോന്നുന്നു അങ്ങോട്ടൊന്നും ഈ പറഞ്ഞ പോലെ വണ്ടികൾക്ക് പോകാനായിട്ട്, വണ്ടികൾ അല്ലെങ്കിൽ തന്നെ ഈ 3 വഴിയും വണ്ടികൾ അങ്ങോട്ട് വിടുന്നില്ല. നടന്ന് തന്നെയാണ് ആൾക്കാർക്ക് പോകാൻ പറ്റുന്നത്. അപ്പോൾ അതിൻ്റേതായ ഒരു തിരക്കുണ്ട്. അതിന് വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നു ഗ്രൗണ്ട് വരെ പുതിയൊരു ക്യൂ, അതായത് ക്ഷേത്രത്തിനകത്തുള്ള നടപ്പന്തൽ വരെയാണ് സാധാരണ ദിവസത്തെ ക്യൂ. ഇന്ന് മുതൽ ഗ്രൗണ്ട് വരെ ഒരു ക്യൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ താലപ്പൊലിക്ക് വേണ്ടിയിട്ട് പടിഞ്ഞാറേ നടവഴി ഒരു ക്യൂ, അതും ഇന്ന് മുതൽ ഒരുക്കിയിട്ടുണ്ട്. നമ്മുടെ ക്ഷേത്രത്തിൽ മാത്രമേ പൊങ്കാലയുടെ അന്ന് താലപ്പൊലി ഉള്ളൂ. ബാക്കിയുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും ഈ പറഞ്ഞ പോലെ 10 ദിവസവും നമുക്ക് താലപ്പൊലി കൊണ്ടുപോകാൻ പറ്റും. ഈ പറഞ്ഞ പോലെ കരിക്കകത്തായാലും ബാക്കിയുള്ള ക്ഷേത്രങ്ങളിൽ. പക്ഷെ നമ്മുടെ ആറ്റുകാൽ അമ്പലത്തിൽ പൊങ്കാലയുടെ അന്ന് മാത്രമേ ബാലികകൾക്കായിട്ട് താലപ്പൊലിയും ബാലന്മാർക്കായിട്ട് കുത്തിയോട്ടവും. അതാണ് ദേവിക്ക് ഏറ്റവും ഇഷ്ടമുള്ള 2 ചടങ്ങുകൾ. കുഞ്ഞു കുട്ടികളെ സന്തോഷവതിയായിട്ടിരിക്കുന്ന സമയമാണ്. അപ്പം കുഞ്ഞു കുട്ടികളെ ഒരുക്കി നല്ല ഭംഗിയായിട്ട് പുതിയ ഉടുപ്പൊക്കെ ഇട്ട് ദേവിയുടെ മുമ്പിൽ നമ്മൾ അർപ്പിക്കുകയാണ്. ചേച്ചി നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് അമ്മമാർ അല്ലെങ്കിൽ ഒരുപാട് കല്യാണം കഴിഞ്ഞ വധുവരന്മാർക്ക് ഒരുപാട് വർഷമായിട്ട് കുട്ടികൾ, ഞാൻ 4 വർഷം അവിടെ ജോലി ചെയ്തതാണ്. അപ്പം നമ്മുടെ മുമ്പിൽ ഒരുപാട് പേര് വന്ന് പറയാറുണ്ട് കുഞ്ഞുങ്ങളൊന്നും ആയില്ല. ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്, നമ്മൾ അടിമ കിടത്താന്ന് പ്രാർത്ഥിക്കുക. മോനാണെങ്കിൽ ഒരു കുത്തിയോട്ടം, മോളാണെങ്കിൽ ഒരു താലപ്പൊലി. എനിക്ക് 2 മക്കളുണ്ട്, പെൺമക്കളാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പെൺകുട്ടികളെ. ഞാനും 10 താലപ്പൊലി എടുക്കാമെന്ന് നേർന്ന് തന്നെയാണ് എനിക്ക് 2 മക്കൾ. എൻ്റെ മൂത്ത മോളുടെ 9ാമത്തെ താലപ്പൊലിയാണത്. അപ്പം അതിൻ്റെ ഒരു തിരക്കുകളും കാര്യങ്ങളും എന്തായാലും ഉണ്ട്. എപ്പോഴും എനിക്ക് തോന്നുന്നു എല്ലാ അമ്മമാർക്കും പ്രായഭേദമന്യേ അമ്മയാണ്, അമ്മമാർക്കെല്ലാം അമ്മയാണ്, ചേച്ചി പറഞ്ഞ പോലെ. അതുകൊണ്ട് തന്നെ ഈ 4 വർഷവും നമ്മളവിടെ കൗണ്ടറിലിരിക്കുമ്പം കാണുന്നത് പല സങ്കടം, പലരും പല സങ്കടത്തിലാണ് ദേവിയുടെ അടുത്ത് വരുന്നത്. പല സാഹചര്യത്തിൽ നിന്ന് വരുന്നവരാണ്. ഇപ്പം എൻ്റെ വിഷമമായിരിക്കില്ല ഇനി വരുന്ന ഒരാൾക്ക്. അപ്പം അതൊക്കെ നേരിട്ട് കണ്ട്
എന്താ പറയുക, ദേവിയെ എൻ്റെ ഏറ്റവും വലിയ അനുഭവം 4 വർഷം ദേവിയുടെ നടന്ന് ജോലി ചെയ്ത് ഇന്നിവിടെ ഇരിക്കുന്നത് ആ വാർഡിലെ കൗൺസിലറായിട്ടാണ്. ഒരുപാട് അഭിമാനത്തോടെ ഒരുപാട് സന്തോഷത്തോടെ ദേവിയുടെ അനുഗ്രഹത്തോടെയാണ് ഇരിക്കാൻ പറ്റുക എന്നുള്ളത് തന്നെയാണ് വലിയ അനുഗ്രഹവും വലിയ അനുഭവം. ശരി. ആശാം, ആറ്റുകാലമ്പലം എന്ന് പറയുന്നത്, ആറ്റുകാൽ ദേവി എന്നൊക്കെ പറയുന്നത് നേരത്തെ സിനിയൊക്കെ പറഞ്ഞ പോലെ തന്നെ അത് നമുക്ക് വളരെ അഭിമാനിക്കേണ്ട ഒരു കാര്യമാണ്. കഴിഞ്ഞ പൊങ്കാല പോലെയല്ല ഇത്തവണത്തെ പൊങ്കാല സമയത്തെ കോർപ്പറേഷൻ, അതിൻ്റെ ഒരു മാറ്റം അല്ലേ, അത് തോന്നിയോ? പ്രാർത്ഥിച്ചിരുന്നോ ദേവിയുടെ അടുത്തത്? തീർച്ചയായിട്ടും. ഞങ്ങളത് മത്സരിക്കുന്നതിന് മുന്നേ തന്നെ ഞാനും സിനി ചേച്ചിയൊക്കെ കഴിഞ്ഞ ടേമിൽ ഞങ്ങൾ ഒരുമിച്ച് കൗൺസിലേഴ്സ് ആയിരുന്നു. അപ്പം ഞങ്ങൾ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇപ്രാവശ്യം എന്തായാലും ഞങ്ങൾ ഭരണത്തിൽ വരുമെന്ന് ഞങ്ങൾ നിശ്ചയിച്ച് ഉറപ്പിച്ച കാര്യമാണത്. അപ്പോൾ ഞങ്ങളത് തീർച്ചയായിട്ടും മത്സരിക്കുന്ന സമയത്ത് തന്നെ മത്സരിക്കുന്ന എല്ലാ കണ്ടസ്റ്റൻസും അത് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യത്തെ ഭരണം ഞങ്ങൾ തന്നെ വരും. എനിക്ക് ഏറ്റവും വലിയൊരു ആഗ്രഹം ഒന്ന് മാത്രമായിരുന്നു, അമ്മയുടെ ആറ്റുകാൽ പൊങ്കാല ഇടുന്ന സമയത്ത്, അതായത് പണ്ടാര അടുപ്പിൻ്റെ മുന്നിൽ നിൽക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അത് ഒരുപാട് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. പക്ഷേ പല തവണ നമ്മൾ ജനപ്രതിനിധി എന്ന് പറഞ്ഞിട്ട് അവിടെ പോയി നിൽക്കാൻ സാധിക്കില്ല. ഒന്നുകിൽ ആ വാർഡിലെ കൗൺസിലർ ആയിരിക്കണം, അല്ലെങ്കിൽ മുകളിലോട്ട് ഉള്ള ആളുകളായിരിക്കണം അവിടെ നിൽക്കാൻ പറ്റുക. പലതവണ അവിടെ വന്നിട്ടുണ്ടെങ്കിലും അതിനുള്ളിൽ കയറി പണ്ടാരടുപ്പിനടുത്ത് നിൽക്കാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്, എന്നെങ്കിലും ഒരിക്കലും എനിക്കൊരു അവസരം തരണം, എൻ്റെ അടുത്ത് നിന്ന് പണ്ടാരടുപ്പിൽ നിന്ന് അമ്മയുടെ പൊങ്കാല കാണാനൊരു അവസരം തരണം എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പോൾ പറയുമ്പോൾ തന്നെ എന്തോ പോലെ തോന്നുന്നു. പക്ഷേ എനിക്ക് ഇപ്രാവശ്യം ആദ്യത്തെ അവസരമാണ്. എനിക്ക് ഇങ്ങനെ ഡെപ്യൂട്ടി മേയർ ആയപ്പോൾ എനിക്ക് പണ്ടാരടുപ്പിൻ്റെ അടുത്ത് നിന്ന് തന്നെ എനിക്കത് കാണാൻ സാധിക്കുമെന്നുള്ള തീർച്ചയായിട്ടും അമ്മയുടെ ഒരു അനുഗ്രഹം തന്നെയാണ്. ഇത്രയും വർഷം തീർച്ചയായിട്ടും അത് ഒരിക്കലും ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ട്, നമ്മൾ നേരത്തെ സിമി ചേച്ചി പറഞ്ഞ പോലെ ഒരുപാട് പരീക്ഷിക്കും അമ്മ, പക്ഷേ അവസാനം നമുക്ക് അതൊരു അനുഗ്രഹമായിട്ട്, അതൊരു പെരുമഴ എന്ന് തന്നെ ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഒരുപാട് ഞാൻ ആഗ്രഹിച്ചത് എനിക്ക് നടക്കാൻ പോവുകയാണ്. അതൊരു ഭയങ്കര സന്തോഷമായിട്ടുള്ള കാര്യമാണ്. എന്തെങ്കിലും നേർച്ചയുണ്ടോ? നേർച്ച എന്ന് പറഞ്ഞില്ല, എന്നാലും എല്ലാ പ്രാവശ്യവും ഇത്രകാലം പൊങ്കാല ഇടാം അങ്ങനെ ഇല്ല ഒരു. അപ്പോൾ അമ്മയ്ക്കൊരു പൊങ്കാല തീർച്ചയായിട്ടും അത് നമ്മൾക്ക് ഭരണത്തിൽ കൊണ്ടുവന്നതിനുമൊക്കെ തന്നെ നമ്മളെ, കാരണം ജനങ്ങൾ നമ്മൾ വിശ്വാസം അർപ്പിച്ച് നമ്മളെ വിജയിപ്പിച്ച് ഇങ്ങനെ ഒരു നമ്മളെ തിരുവനന്തപുരം നഗരസഭ നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുമെന്ന പ്രതീക്ഷയിലാണ്. തീർച്ചയായിട്ടും അതിനൊരു അവസരം തന്നതിന് എല്ലാവർക്കുമായിട്ടൊരു പൊങ്കാല. ആറ്റുകാലമ്മ പോയി പ്രാർത്ഥിച്ചതുപോലെ തന്നെ അവസരം തന്നു. ഇനി അമ്മ അവിടെ നിന്ന് നോക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അമ്മയ്ക്കും വലിയ പ്രതീക്ഷകളുണ്ട് നിങ്ങൾ. അതെ, അതുകൊണ്ട് അതും കൂടി ഒന്ന് മനസ്സിൽ വെക്കുക. തീർച്ചയായിട്ടും ഉറപ്പായിട്ടും നമ്മൾ ജനങ്ങളൊക്കെ തന്നെ പ്രതീക്ഷിക്കുന്ന രീതിയിൽ നല്ല രീതിയിലുള്ള പ്രവർത്തനവുമായിട്ട് ഞങ്ങൾ നേരത്തെ തന്നെ ഞങ്ങളെല്ലാവരും സൂചിപ്പിച്ചിരുന്നു. ഏറ്റവും നല്ലൊരു നഗരമാക്കി തന്നെ നമ്മൾ തിരുവനന്തപുരത്തെ മാറ്റാനുള്ള പ്രയത്നത്തിലാണ് ഞാനടക്കം ഇവിടെ ഇരിക്കുന്ന ഓരോ ജനപ്രതിനിധികളുമൊക്കെ തന്നെ. നമ്മുടെ തിരുവനന്തപുരം അനന്തപുരി നല്ലൊരു നഗരമായി മാറട്ടെ. അടുത്ത പൊങ്കാലയ്ക്കും നമുക്ക് ഇതുപോലെ തന്നെ ഇരിക്കണം. കൂടുതൽ വിശേഷങ്ങൾ പങ്കുവയ്ക്കണം. വളരെയധികം നന്ദി എല്ലാവർക്കും.